അപ്പം ഞങ്ങൾ ഈ പറയുന്ന ലേക്കിൻ്റെ ലൊക്കേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു പണി കിട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച് നമുക്ക് ബൈക്ക് ഓടിച്ച് ലേക്കിൻ്റെ അടുത്ത് വരെ പോകാമെന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അങ്ങാടാണ് പോകാൻ പോണത്. ഒരു 7 കിലോമീറ്റർ എടുക്കാൻ മേളിലോട്ട് പോകാനുണ്ട്. അത് നമ്മുടെ മൂന്നാറിലൊക്കെ ഉള്ള പോലെ മറ്റേ വ്യൂ പോയിന്റിലോട്ടൊക്കെ പോണ പോലത്തെ ലൊക്കേഷനാണ്. ഫുള്ള് കല്ലും കട്ടയും മറ്റേ എന്താ പറയുക കല്ലും കട്ടയും നിറഞ്ഞ റോഡാണ്, ടാറിട്ട റോഡല്ല. അപ്പോൾ ഇതാ കാണുന്ന ജീപ്പ് പോലത്തെ വണ്ടികളൊക്കെ പോകുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ഏറെ എന്തോ ഒരു ബൈക്കുണ്ട്. അപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് 200,000 വിയറ്റ്നാം ഡോങ് കൊടുക്കണം. അത്യാവശ്യം പ്രൈസിയാണത്. 200,000 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 1000-1200 രൂപ അടുത്ത് വരും. $9. അത്യാവശ്യം പ്രൈസിയാണത്. പക്ഷെ ഞങ്ങൾ ആ ലേക്കിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നമുക്ക് പോകാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും നമ്മൾ കാശ് കൊടുത്തത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ വില്ലേജ് ഹൗസ് പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ഒരു ഡ്രിങ്കൊക്കെ അടിച്ച് അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ പറയുന്ന ജീപ്പിൽ പോകാൻ പറ്റുമോ അറിയില്ല. ബട്ട് ലെറ്റ്സ് ട്രൈ. അപ്പോൾ എങ്ങനെ can in that car? Okay. പറഞ്ഞ പോലെ നമ്മൾ ആ ജീപ്പിൽ തന്നെ കയറി. ഒരു രക്ഷയില്ല. കേട്ടോ, നമ്മളുടെ ഒരു ചെറിയ ഫാമിലിയൊക്കെ ഉണ്ട്. ഈ റൈഡ് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റേഴ്സ്. ന്യൂഗ് ഹാഫ് ഡെഡാണ്. ന്യൂഗിന് പറ്റുള്ള പോളി റൈഡാണ്. പോളി റൈഡ് 200K വേർത്താണ്ടോ മച്ചാനിത് തകർത്ത് ഒരു രക്ഷയില്ല. ആ റോഡാണ്. ഞാൻ ബൈക്ക് എടുത്തൊക്കെ പോകുന്നിട്ട് തീർന്നാണ്. പാതി പോലും എത്തൂല. പാതി അല്ല, ഒരു 200 മീറ്റർ എത്തൂല. അതൊക്കെ തീരും. ഇത് അടിപൊളി. അങ്ങനെ നമ്മൾ ലൊക്കേഷനെത്തി. ഒരു രക്ഷയില്ലാത്ത റൈഡായിരുന്നു അത്. എന്താ പറയുക, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മുടെ ന്യൂങ് അപ്പുറത്തോട്ട് മാറി. നല്ല വെയിലാണ്, അത് കാരണം കുഴപ്പമില്ല. നല്ല രീതിയിൽ എല്ലാം എടുക്കാൻ പറ്റും, എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റും. വ്യൂ ഞാൻ കാണിക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ കിടു വ്യൂ ആണ്, ഒരു രക്ഷയില്ല. പൊളി വ്യൂ. അപ്പോൾ ഇനി നിങ്ങൾ വ്യൂ കണ്ടു. ഞാൻ അധികം സംസാരിക്കാനുള്ള വ്യൂ നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അടിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വില്ലേജിലേക്ക് പോവാണ്. വില്ലേജ് നെക്സ്റ്റ് വൈ. അപ്പോൾ ആ വില്ലേജിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ മിക്കവാറും സിറ്റിയിലോട്ട് പോകും. സിറ്റിയിൽ നിന്ന് പിന്നെ ഒരു ടീ പ്ലാന്റേഷനിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ മൂന്നാറിലേക്കുള്ള പോലെ തന്നെ
വലിയ വ്യത്യാസമൊന്നുമില്ല, അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടല്ല. പക്ഷെ ഇത് അടിപൊളി ലൊക്കേഷനാണ്. കണ്ടോ, ഈ വണ്ടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. തോന്നുന്നത് നിസാനകത്തേ തോന്നുന്നു, പഴയ നിസാനാണ്. രക്ഷയിലടവൻ. How was the ride? Good. That's it? I'm still thinking, how can I get back? Is there any other way that without a jeep I can get back? The ride is still in my head now. നടക്കൂല മോളെ, നടക്കൂല. അതിൽ തന്നെ പോണം. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ, പൊളി സ്ഥലമല്ലേ? എങ്ങനെയുണ്ട്? ആ വെള്ളമൊക്കെ അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഡലാട്ടിൽ വിയറ്റ്നാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം ഞാനും ഞങ്ങും കൂടി ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. എന്നിട്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണം, വണ്ടി തിരിച്ചു വരണം. അടുത്ത വണ്ടി വന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അത് വന്നവരെ ഞങ്ങളിവിടെ പോസ്റ്റാണ്. അത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഒരു വില്ലേജ് ഉണ്ട്, ലാൻക്വ എന്ന് പറയുന്നൊരു വില്ലേജ്. കറക്റ്റായിട്ട് ഞാൻ പ്രൊണൗൺസ് ചെയ്യണ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. നമ്മളിനി അങ്ങാടാണ് പോകാൻ പോകുന്നത്. അവിടെ പോയി ഞങ്ങൾ മിക്കവാറും ലഞ്ചൊക്കെ അടിക്കും. അപ്പോൾ ലഞ്ചൊക്കെ അടിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ സിറ്റിയിലോട്ട് പോയിട്ട് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഒരു ടീ പ്ലാന്റേഷനിലോട്ട് പോകും. ഞങ്ങൾ അടിയിലെത്തി. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാറാകുമ്പോൾ തിരിച്ച് പോണ വഴിക്കുള്ള ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ പതിയെ തിരിക്കുകയാണ്. തുടങ്ങാൻ പോകണേ. അങ്ങനെ നമ്മൾ തിരിച്ച് ബേസിലെത്തി. ഞങ്ങളുടെ ബൈക്ക് ഇവിടെ ഉണ്ട്. ബൈക്ക് എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ വില്ലേജിലേക്ക് പോകാൻ പോകണം. അപ്പോൾ നമ്മൾ പോണേ. അപ്പോൾ ഗായ്സ്, നമ്മൾ ആ പറഞ്ഞ വില്ലേജ് എത്തി. ഇതാണ്
ലാങ് കൂലാൻ വില്ലേജിൻ്റെ പേര്. ഇതൊരു എനിക്ക് തോന്നുന്നു പഴയ ഒരു ട്രൈബൽ വില്ലേജ് അവർ അതേപോലെ തന്നെ നിലനിർത്തിയേക്കാണ്. നമുക്ക് ഈ പറയുന്ന വില്ലേജ് കാണാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഈ വില്ലേജിൽ ഞങ്ങൾ വില്ലേജ് കണ്ടില്ലേ, ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് അടിക്കുക, അത് കഴിഞ്ഞ് ഓൺ ദ വേ ബാക്ക് കുറേ ഫോട്ടോ എടുക്കുക. ഒരു സിപ്പ് ലൈൻ ഉണ്ട്, സിപ്പ് ലൈൻ അല്ല, കയറ് ഇങ്ങനെ മേളിലോട്ട് മലയുടെ മേളിലോട്ട് ഇട്ടിട്ടുണ്ട്, പിടിച്ച് കയറാം. പക്ഷേ നുങ്ങിന് വയ്യ, നുങ്ങും മതി എന്ന് പറഞ്ഞ് അഡ്വഞ്ചർ മതി എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് അടിക്കുന്നു, അത് കഴിഞ്ഞ് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ഇവിടെ, നുങ്ങിൻ്റെ ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞ് നേരെ ബാക്ക് ടു സിറ്റി. ഓക്കെ, നമ്മളടിക്കുന്നത് ജിഞ്ചർ ടീ, ചിക്കൻ തിരുത്തി പൊറിച്ചത്, എന്തോ വെജിറ്റേറിയൻ സൂപ്പ്, ബാംബൂ റൈസ്, ഇതൊക്കെയാണ് നമ്മൾ അടിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടേക്കൊന്ന് കറങ്ങാൻ പോവാണ്. കറങ്ങിയിട്ട് നുങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം.
പറഞ്ഞ പോലെ. പക്ഷേ മഴക്കാർ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മഴ വന്നതിന് മുമ്പ് നമുക്ക് റിട്ടേൺ അടിക്കണം. റിട്ടേൺ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബൈക്കിൻ്റെ അടുത്ത് എത്തിയാൽ മതി. ബൈക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ റെയിൻകോട്ട് ഉണ്ട്, അതാരും കുഴപ്പമില്ല. അപ്പോൾ എനിവേസ് ഇനി അധികം വ്യൂ ഒന്നും കാണിക്കണില്ല. ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നേരെ സിറ്റിയിലോട്ട് പോകും. Oh, this is the Vietnamese style one, I guess. Same day, and like told you, same day. Nung going nuts. So, Andy gonna show us. Andy gonna show us his hunting skill. Let me find the best spot. നമ്മളെ നുങ്ങ് ട്രൈ ചെയ്യാൻ വേണേ ഒരു രക്ഷയില്ല. ആ പോട്ടെ, ഫസ്റ്റ് വൺസ് ആക്കി തന്നെ. ഓ I got it. ഇത് ഫാമിലിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ, നിങ്ങൾ ഡലാട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. നിങ്ങൾക്കൊരു എൻറ്റയർ ഹാഫ് ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഫുഡുണ്ട്, റൈഡ്സ് ഉണ്ട്, പിള്ളേർക്ക് കളിക്കാൻ കുറേ പരിപാടികളുണ്ട്. ഈ ഒരു വലിയ ലോൺ ഏരിയ ഉണ്ട്, നല്ല രസമാണ്. ഫുൾ ഫാമിലിയാണ് ഇവിടെ. ഹോഴ്സ് റൈഡിങ് അങ്ങനെ പരിപാടികൾ. ഞാനതിന് അഗെയിൻസ്റ്റാണ്. പക്ഷെ എന്നാലും പറയാം, ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഉണ്ടല്ലേ, ഇവിടെ ഫുൾ ഫാമിലിയാണ് മേജർലി. നിങ്ങൾ നോക്കിയാൽ കാണാം, എല്ലാവരുടെയും കയ്യിൽ കൊച്ചുങ്ങളും ഉന്തുവണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മളിതേ അങ്ങടെ മേളിലോട്ട് കയറിയാലോന്ന് ആലോചിക്കുക. അവിടെ ഇങ്ങനെ കയറിട്ടിട്ടുണ്ട്, അപ്പോൾ അത് പിടിച്ച് കയറണം മേളിലോട്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ട്രൈബൽ വീടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ബുക്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് അത് വെച്ചേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കയറുമ്പോൾ അത് തൊട്ടിട്ട് വേണം കയറാൻ എന്നാണ് പറയുന്നത്. അതിവിടുത്തെ ഒരു ആചാരമാണെന്ന് പറയണേ, ഈ ട്രൈബിൻ്റെ. എന്താചാരമാണെന്ന് നമുക്കറിയില്ല, എല്ലാവരുടെയും കൾച്ചർ വ്യത്യാസമുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറെ ഒന്നുണ്ട്, ഇനി കയറുന്നതിന് മുമ്പ് വേറെ ഒന്നുണ്ട്. സെറ്റപ്പ് പരിപാടി. ഞങ്ങളിതിലേ അതാണ് ട്രൈ ചെയ്യാൻ പോണം. റെഡി ന്യൂങ്? Just go. Go there and then how to go back? The same way. Okay, Nyung. Okay, go.
Are you serious? I'm serious. Go. ഗായ്സ്, നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഒരു രക്ഷയില്ല, മുട്ടൻ ക്ലൈമാണ്. മഴക്കാർ പോയി, കുറച്ചുണ്ട് ഇപ്പോഴും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ മേളിലെത്തി. ഒരു രക്ഷയില്ല കേട്ടോ, മുട്ടൻ ക്ലൈമ്പാ. നുങ്ങ് സ്വെറ്ററൊക്കെ ഊരുവാ, നമുക്ക് മതിയാ സ്വെറ്ററൊക്കെ ഇട്ട്. രക്ഷയില്ല, കിടു. കുറേ നാളത്തിന് ശേഷമാണ് ഒന്ന് ട്രക്കിന് പോയൊരു ഫീല്, കുറേ കാലത്തിന് ശേഷം. ഓക്കെ, അപ്പോൾ ഞങ്ങളിനി ഞങ്ങളുടെ ക്ലൈംബ് കണ്ടിന്യൂ ചെയ്യണം. നല്ലൊരു വ്യൂ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് മുകളിലോട്ട്. ലെറ്റ്സ് സീ, പ്രോബബ്ലി നമുക്കൊരു സൺസെറ്റ് കിട്ടിയാൽ കിട്ടി, നോക്കാം. ഞങ്ങൾക്ക് ഒരു ടീ പ്ലാന്റേഷനിലൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ പിന്നെ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ മേളിൽ പോയി ചെക്ക് ചെയ്തിട്ട് അടിയിലോട്ട് പോകും, അത് കഴിഞ്ഞ് ബാക്ക് ടു സിറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ പോണ വഴിക്ക് എൻഡ് ചെയ്യും. അപ്പോൾ ശരി, മേളിൽ പോകാം. അപ്പോൾ ഇതാണ് വ്യൂ. നമ്മൾ വിചാരിച്ച പോലെ അത്രക്ക് ഭയങ്കര വ്യൂ ഒന്നുമല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ ഈ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു വലിയ വ്യൂ തന്നെയാണ്. അങ്ങനെ ഗായ്സ്, നമ്മളുടെ വില്ലേജ് യാത്ര അവസാനിക്കാറായി. ഇല്ലേ, അവിടെ നമ്മൾ എത്തിയാൽ നമ്മൾ തീർന്നു. അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ വില്ലേജിലേക്ക്, വില്ലേജല്ലല്ലോ, സിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇനി ഞങ്ങൾ സിറ്റിയിൽ പോയി വീട്ടിൽ പോയി മീൻസ് റൂമിൽ പോയി ഒന്ന് കുളിച്ച് വേറെ ഡിന്നറിനൊക്കെ ഇറങ്ങും. ഡിന്നർ മിക്കവാറും നിങ്ങൾ കണ്ട ആ നൈറ്റ് മാർക്കറ്റ്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട നൈറ്റ് മാർക്കറ്റ് അവിടെ ആയിരിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ടലാ ട്രിപ്പ് അവസാനിക്കുകയാണ്. നാളെ കൂടെ ഉണ്ട്, പക്ഷെ നാളെ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല. നാളെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി പീസ് മോഡ് അടിച്ചിട്ട് ഉച്ചയ്ക്ക് 2:45 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോവക്കുട്ടൻ അവിടെ ഒരു ഹോട്ടലിലാണ്, അവനെ പോയി പിക്ക് ചെയ്യണം, അവനൊന്ന് കുളിപ്പിക്കണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എത്തണം. പിന്നെ അത് മാത്രമല്ല, തിങ്കളാഴ്ച ഓഫീസിൽ പോകണം. ഓക്കെ, അപ്പോൾ ഡേ 3 അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സുലാൻ.